നമ്മുടെ നാട്ടിലെ ക്രിമിനൽ സംഘങ്ങളും ഇപ്പോൾ തോക്കും കയ്യിൽ കരുതിയാണ് നടക്കുന്നത്. ഇത് പോലീസിന് മാത്രമല്ല സാധാരണ ജനങ്ങൾക്കും ഭീഷണിയാകുന്നുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതി തോക്കുമായി എത്തിയത് ആശങ്ക പരത്തി. ഒട്ടേറെ ക്രിമിനൽ കേസുകളിലെ പ്രതിയായ കല്ലമ്പലം സ്വദേശി സതീഷ് സാവനാണ് തോക്കുമായി മെഡിക്കൽ കോളേജിനുള്ളിൽ കയറിയത്. കൃത്യസമയത്ത് സുരക്ഷാ ജീവനക്കാർ ഇടപെട്ടതിനാൽ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. എന്നാൽ സുരക്ഷാ ജീവനക്കാരുടെ പിടിയിൽ നിന്നും ഇയാൾ ഓടി രക്ഷപ്പെട്ടു. കല്ലമ്പലം സ്വദേശിയായ സതീഷ് ശ്രാവണാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തോക്കുമായി എത്തിയത്. തോക്കുമായി എത്തിയ ഇയാൾ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിക്കുകയും ചെയ്തു. ആദ്യ ലെയറായി നിന്ന സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരുണ്ട്. ഇവരുടെ ശ്രദ്ധയിൽ തോക്ക് പെട്ടിരുന്നില്ല. അതേസമയം അടുത്ത വാതിലിനടുത്തുണ്ടായിരുന്ന സെക്യൂരിറ്റി ജീവനക്കാരൻ കണ്ടതാണ് തോക്ക് ഇയാളുടെ കൈവശമുള്ളത്. തുടർന്ന് ആ വാതിലിൽ ഇയാളെ തടഞ്ഞു നിർത്തി. അപ്പോഴേക്കും ഇയാൾ സെക്യൂരിറ്റിക്കാരെ വെട്ടിച്ച് കടന്നു കളഞ്ഞു. പിസ്റ്റൾ പിന്നീട് പോലീസ് എത്തി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പിസ്റ്റൾ അവിടെ ഈ ഉദ്യോഗസ്ഥർ പിടിച്ചു വാങ്ങുകയായിരുന്നു. നിരവധി കേസുകളിൽ പ്രതിയാണ് സതീഷ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ നിരവധി സ്റ്റേഷനുകളിലായി കേസുകൾ ഉണ്ട്. സ്ഫോടക വസ്തു കൈവശം വെച്ചത്, കവർച്ച, അതുപോലെ തന്നെ അടിപിടി തുടങ്ങി നിരവധി സ്വഭാവത്തിലെ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളാണ്. ആശുപത്രിയിൽ തന്നെ ഉണ്ടായിരുന്ന സുഹൃത്തിനെ കാണുന്നതിന് വേണ്ടി ഇയാൾ എത്തിയെന്ന വിവരമാണ് നൽകുന്നത്. ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം മെഡിക്കൽ കോളേജ് പോലീസ് നടത്തുകയാണ്.